ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എത്ര നേരം കണ്ടത് എൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. അവനെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് മുറ്റത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ഭഗവാന് വെക്കാനുള്ള പൂക്കളൊക്കെ പൊട്ടിച്ചു, തുളസിയുടെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ട് പൂജ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദാമോദര മാസം ആരംഭിച്ച കാരണം നമ്മൾ ആദ്യം തന്നെ ഭഗവാന് നെയ്വിളക്ക് ആരതി എടുത്തതിന് ശേഷമാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഉമ്മാർത്തി ഇരുന്നിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ ചേട്ടൻ കൂടെ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് കേട്ടോ മുറ്റത്തേക്കൊക്കെ ഇറങ്ങണത്. ഇല്ലയെന്നുണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെ മുറ്റത്തേക്കൊന്നും ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറ്റത്തുള്ള ഒരു ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ പോവുക. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളക്കൊക്കെ വെക്കൽ കഴിഞ്ഞ് അത് ഓഫാക്കിയിടും. അപ്പോൾ അകത്ത് കിടക്കുന്ന ബാക്കിയുള്ളവരെ ഉണർത്തണ്ടെന്ന് ചോദിച്ചിട്ട് വെളിച്ചൊക്കെ കണ്ടിട്ട് അവർ ഉണരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അത് ഓഫാക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മുടെ നാത്തൂൻ്റെ വീട്ടിൽ ലൈറ്റൊക്കെ ഉണ്ടാവുക അവിടെ. അത് ഇടാത്ത ദിവസമൊക്കെ ആണെങ്കിൽ അധികം നേരം ഉമ്മർത്തൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു 6 മണിക്ക് ആകുമ്പോഴേക്കും നമ്മുടെ അടുക്കളയിലേക്ക് കയറേണ്ട സമയമൊക്കെ ആവില്ല. കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പോകണമെങ്കിൽ നേരത്തെ എണീക്കാനല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുക കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പോകൂട്ടാം. അപ്പോൾ ഇന്ന് നമുക്ക് ദീപാവലിയും കാര്യങ്ങളൊക്കെ കാരണം പഠിപ്പൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കണ്ടോ, നമുക്ക് എനിക്കും ചേട്ടനൊന്നും ഒരിക്കലാണ്. അപ്പം അവർക്ക് പിള്ളേർക്കുള്ളതൊക്കെ മതി. അപ്പോൾ അതിന് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കോമ്പിനേഷനായിട്ട് വരുന്നത് നമ്മൾ സോയയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ ഉപ്പുമാവ് കഴിക്കണമെങ്കിൽ സോയ ഉണ്ടാക്കണം. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കില്ലേ, ആ ഒരു മസാല പോലെ എടുക്കും, അതുപോലെയാണ് വേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ സോയയും ഉപ്പുമാവൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് വെള്ളയപ്പത്തിലേക്ക് ഉള്ള അരി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അച്ഛൻ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചായ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് ഒരു ഓട്ടം ഉണ്ട്. അപ്പോൾ ആ ചേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴം അവിടെ പുഴുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പഴം മാത്രം കഴിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഇതുപോലെ പഴം ഒന്ന് വെറുതെ ഒന്ന് ആവി കയറ്റില്ല, നമ്മൾ പുട്ടുംകുറ്റിയിലോ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലൊക്കെ വെച്ചിട്ട് ശർക്കരയും ഒന്നും ഇടാണ്ട് വെറുതെ ഒന്ന് ആവി കയറ്റി കഴിക്കുന്നതാണ് ആൾക്കിഷ്ടം. അപ്പോൾ അതിങ്ങനെ കഴിച്ചിട്ട് ആൾ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പുളിക്കതൊക്കെ വെള്ളമൊക്കെ പിടിച്ചിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു കലത്തിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കും. അപ്പോൾ പിന്നെ 1-2 ദിവസത്തിന് നമുക്ക് പിന്നെ വെള്ളം തിളപ്പിക്കണ്ടല്ലോ. പിന്നെ വെള്ളത്തിനും നല്ല ചിലവൊക്കെയാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് വെള്ളമൊക്കെ പിടിച്ച് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചോറ് വെക്കാനാണ് കേട്ടോ നോക്കണത്. രണ്ട് ദിവസമായിട്ടേ നല്ല പനിയും പിന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് തലയിലൊക്കെ എണ്ണയൊക്കെ ഒന്ന് തൊട്ട് പറ്റിയിട്ടുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പഴമാണ് കേട്ടോ കഴിക്കുന്നത്. ഇന്ന് ഒരിക്കൽ
അപ്പം ഇനി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കറി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് പയറും മത്തങ്ങയും എരിശ്ശേരി വയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മത്തങ്ങയൊക്കെ തലേ ദിവസം ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പയറിടാൻ നോക്കിയപ്പോൾ പയറില്ല, കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം എന്ന് ഈ പിള്ളേർക്ക് പയറും കടലൊക്കെ തന്നെയല്ലേ കൊടുക്കണത്. അപ്പം എൻ്റെ വിചാരം ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ ചേട്ടനൊരു ഓട്ടത്തിന് കോള് വന്നപ്പോൾ ആൾ പോയി. ഇനി വരുമ്പോൾ വാങ്ങുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്തേക്കുപോയി. അപ്പോൾ ഞാൻ പരിപ്പും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. നോക്കട്ടെ, നമ്മൾ ഈ തുടക്കലൊക്കെ കഴിയുമ്പോഴേക്കും ആൾ വരുമോയെന്ന് നോക്കണം. എന്നിട്ട് കൊണ്ടുവന്ന് അറിയട്ടെ. പിന്നെ ലക്ഷ്മണി ചുമയും പനിയൊക്കെ ഉണ്ട്, ഭക്ഷണം തീരെ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവളേനെയും കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്തേക്ക് പോകണം വിചാരിക്കുന്നുണ്ട്. എന്തത് ഒരു കാണട്ടാ, കണ്ടല്ലേ, വികൃതിയാണ് വികൃതി. അങ്ങനെ ചായ കൂടെയൊക്കെ കഴിഞ്ഞു. പിള്ളേരെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചു. പിന്നെ ഞാൻ അടിച്ചു വാരി ഇനി തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അടിക്കുന്നതും തുടയ്ക്കുന്നതും ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കണില്ല. നമ്മൾ തൊട്ട് മുന്നുള്ള വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിച്ച് സമയം കളയണില്ല കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി തുടയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ നമുക്ക് പൂജാപാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അപ്പോൾ ബ്രഹ്മ വിളക്ക് വെച്ച് ആ ഒരു ചെറാതും കാര്യങ്ങളൊക്കെ ഞാൻ വൈകുന്നേരമാണ് കഴുകാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വിളക്കൊക്കെ കഴുകാനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു ഭഗവാന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നമ്മളിതാ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് അതുകൊണ്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ ചൊവ്വാഴ്ച എല്ലാതും അടിച്ച് തുടച്ചതിന് ശേഷം ഞാൻ വാതിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു കുങ്കുമവും ചന്ദനമൊക്കെ കൂടി തൊട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഇന്ന് നമുക്ക് വീണ്ടും ആദ്യം പൂജ്യം ഒന്ന് തൊട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൊവ്വയും വെള്ളിയും ദിവസം അതുപോലെ വിശേഷമുള്ള ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ റോസ് വാട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു ജവ്വാദ് എന്നിട്ടൊരു പൊടിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാതിലിൻ്റെ മുകളിലും ഇവിടെ തുടയ്ക്കുന്നതിൻ്റെ സ്ഥലത്തൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ഫോട്ടോയും അവിടെ ഇരിക്കുന്ന ഫോട്ടോയും അതിൻ്റെ മുകളിലുള്ള ആ കുറിയും കാര്യങ്ങളും എല്ലാതും തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു വിളക്കൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ചരാതും കാര്യങ്ങളൊക്കെ നമ്മൾ വിളക്ക് വെച്ചതിൻ്റെ ഉണ്ടായിരുന്ന കാലത്തെ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വിളക്ക് കഴുകുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് നടന്ന് വെക്കില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ അതിവിടെ മുന്നേ അമ്മ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ വിളക്ക് കഴുകണ കാരണം അധികം കരിയും ചെളിയൊന്നും ഇല്ല. ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് കഴുകാനായിട്ട് പറ്റുള്ളൂ, നല്ല പോലെ വൃത്തിയാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ ചരാതും എല്ലാതും കഴുകാറുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഇത് കാണുന്നവരുണ്ടെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അധികം കരിയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ മുകളിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ
കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കഴുകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചേട്ടൻ വിളിച്ചു, കുറച്ച് നേരം വൈകിട്ടാണ് ആൾ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ വേഗം പരിപ്പും തക്കാളിയും കൂടിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. മാവിലെ തോരണം കെട്ടാൻ വേണ്ടിയിട്ട് മാവിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിശേഷ ദിവസങ്ങളിലും വെള്ളിയും ചൊവ്വ ദിവസങ്ങളിലൊക്കെ മാവിലെ തോരണം കെട്ടണത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇന്ന് ഉണ്ടാക്കി നോക്കാം. ഇന്ന് ദീപാവലി അല്ലേ, എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ. പൊട്ടിക്കട്ടെ, എത്തുമെന്നറിയില്ല, നോക്കി നോക്കണം. അപ്പോൾ മാവിൻ്റെ ഇല നമുക്ക് എത്തണോടത്തൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ കുറേ മാവൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സന്തോഷിച്ചിട്ടാണ് പോയത് കേട്ടോ. പക്ഷെ പൊട്ടിക്കാൻ നേരത്തെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ്. അതായത് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ പുളിറുമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നല്ല ഇല നോക്കിയിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ കേടോ പുഴുക്കുത്തോ കീറിയതോ അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ നല്ല ഇല പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 21, 11 അങ്ങനെയൊക്കെ ഒരു കണക്കിലാണ് ഈ ഒരു ഇല കെട്ടുക. അപ്പോൾ ഞാൻ 11 ഇല മാത്രമാണ് കേട്ടോ പൊട്ടിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ കോർത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മഞ്ഞ ഒരു നൂലിൻ്റെ കയ്യിൽ മുന്നേ ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ നമ്മൾ വെള്ള നൂലൊക്കെ ആണെങ്കിൽ അത് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ കലക്കി എടുത്തിട്ട് ഒരു മഞ്ഞ കളറൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കെട്ടണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഐശ്വര്യവും ഭംഗിയൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടും അത് നോക്കി നിൽക്കാനൊക്കെ. അപ്പോൾ എനിക്ക് നല്ല ഇല തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കോർത്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മഞ്ഞളും ചന്ദനവും കുങ്കുമൊക്കെ കൂടിയിട്ട് ചാലിച്ചിട്ട് നമ്മളതിന് പൊട്ട് തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു റോസ് വാട്ടറിലാണ് നമ്മളതൊന്ന് ചാലിച്ചെടുക്കുന്നത്. അപ്പോൾ മഞ്ഞളും ചന്ദനവും റോസ് വാട്ടറിൽ ചാലിച്ച് അങ്ങനെ പൊട്ടിട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ കുങ്കുമം കൊണ്ടും ഇങ്ങനെ പൊട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മളിത് മെയിനായിട്ടുണ്ടാവണം ഒരു വാതിലുണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് ഇത് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ വിശേഷ ദിവസങ്ങളിലൊക്കെ അത് കെട്ടിക്കൊടുക്കും. അവർ ചൊവ്വയും വെള്ളിയൊക്കെ കെട്ടി കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മളെ തമിഴ്നാട്ടുകാരാണ് കൂടുതൽ ഇതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് എൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കെട്ടുന്നത് നല്ല എന്താ പറയുക നല്ലതാണ്. അപ്പോൾ ഇനി കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്ന് വെച്ചെങ്കിൽ തമിഴ് ചാനലിലൊക്കെ പോയി തപ്പേണ്ടി വരും. അപ്പോൾ ഏതായാലും ഞാൻ ഇത് വാതിലിൻ്റെ അവിടെ ഒന്ന് കെട്ടി റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഒരാഴ്ചയൊക്കെ ഇതിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയച്ച് കളയാം. അല്ലാന്നുണ്ടെച്ചെങ്കിൽ പിന്നെ നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതിങ്ങനെ കെട്ടാട്ടാ. ഈ ഒരു വെള്ളിയാഴ്ച കെട്ടിയിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ വെള്ളിയാഴ്ച നമുക്ക് അയച്ചിട്ട് വേറെ കെട്ടാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ബാക്കി നമ്മൾ ഇതാ വാതിലിൻ്റെ മുകളിലും ജനലിൻ്റെ മുകളിലും ഈ ഒരു ഭഗവാന്റെ ഫോട്ടോയുടെ അവിടെയൊക്കെ ഇതുപോലെ തന്നെ മഞ്ഞളും കുങ്കുമൊക്കെ തൊട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പൂജാപാത്രങ്ങളുടെ മുകളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇതാ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ അലങ്കാരങ്ങൾ എന്ന് വെച്ചാൽ. പക്ഷേ ആൾക്ക് അത് നോക്കാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ലച്ചുവിന് ഡോക്ടറെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ലച്ചുവിനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ തിരിച്ചു വന്നു കഴിഞ്ഞ് ചോറ് കൊടുക്കണം. അപ്പോൾ ഞാൻ വേഗം പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഒരു മോര് കറി മോര് ഒന്ന് മുളകും ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലിൻ്റെ സമയത്ത് നമ്മൾ മത്തങ്ങൽശ്ശേരിക്കിനെ വയ്ക്കാം. പക്ഷേ മൈ ഫോൾട്ട് പയറുണ്ടാന്ന് നോക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ മുളക് ഞാൻ വെയിലത്ത് വയ്ക്കാൻ മറന്നായിരുന്നു കേട്ടോ. കൊണ്ടാട്ട മുളക് വീട്ടിലുണ്ടാക്കണതാണ്. അപ്പോൾ അത് വേഗം ശ്രീയുടനെ കൊണ്ടുവച്ച് വെയിലത്ത് വെപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കാവത്ത് മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ കാവത്ത് എന്താ പറയുക
കാവത്ത് വിറകുക അല്ലെങ്കിൽ കാവത്ത് എന്താ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ദീപാവലി അലങ്കാരം വിളക്ക് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മളെ നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിന് ശേഷം നമ്മൾ ചിരാതിൽ വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അധികം വിളക്കൊന്നും നമ്മൾ വെക്കണില്ല. ഒന്ന് അടുക്കളയിൽ ഒന്ന് വെച്ചിട്ടുണ്ട്, മെയിനായിട്ടുള്ള ഡോറിൻ്റെ അവിടെ 2 വിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മുറ്റത്തെ പടിയുടെ അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ തുളസി നമുക്ക് മുറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു വിളക്ക് കൊണ്ടുവച്ചിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ മെയിനായിട്ട് വെക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടാണ് വിളക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ നല്ല എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് വിളക്കുകൾ മാത്രം ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ നാത്തൂൻ്റെ വീട്ടിലും വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു നേരത്തെ ഭയങ്കര തിക്കും തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോയെടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഇക്കൊല്ലത്തെ ദീപാവലി ഇതാ അടിപൊളിയായെന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇതുപോലൊരു ദീപാവലി ഉണ്ടായിട്ടില്ല. നമ്മുടെ വീടൊക്കെ എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബൊക്കെ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. എന്തായാലും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദീപാവലി ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓളം ഓപ്ഷൻ വരുമ്പോൾ അതുകൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായി ഇഷ്ടമുള്ളവർ കാത്തിരിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.